നമസ്കാരം. മുഖ്യൻ്റെ ചോര തന്നെ ഏജൻസിക്ക് കൗതുകം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കാര്യം പ്രമാണിച്ച് കേന്ദ്ര ഏജൻസി എടുത്ത കേസിനെക്കുറിച്ച് മുഖ്യൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ അല്പം ക്ഷോഭത്തോടെയാണെങ്കിലും മറുപടി പറഞ്ഞു മുഖ്യൻ. ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും മുഖ്യൻ്റെ രക്തമാണല്ലോ നമ്മുടെ ഏജൻസികൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ രക്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറുപടി മുഖ്യനിൽ നിന്ന് ലഭിച്ചു. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. ഇത് സൂചി കണ്ടല്ലോ, ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. SFIO കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ടാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ക്ഷുഭിതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. എടാ, 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ്ണ ജയം. സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും, അദ്ദേഹത്തിനെതിരായി ആക്ഷേപങ്ങളുണ്ടാവും. അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ക്ഷുഭിതനാകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. എടാ, ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1-2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കിത് ഒറ്റ കാര്യമുള്ളൂ. രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും പാർട്ടിയുടെ നേതൃത്വത്തിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അസ്ഥിരീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. ഭാഗ്യത്തിന് എന്റെ ബ്ലഡാണ് ചേരയില്ല. ഏതാ ഗ്രൂപ്പ്? മച്ചാൻ DMK, ഞാൻ DMK. അതല്ല, ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ പൊതുപ്രവർത്തകരല്ലേ. മകളുടെ കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് മറുപടി പറയാനും മുഖ്യമന്ത്രി മറന്നില്ല. അല്ലാതെ മകളുടെ കാര്യം മകൾ നോക്കിക്കോളും എന്ന് പറഞ്ഞൊഴിയാനല്ല മുഖ്യൻ മുതിർന്നത്. കണ്ണൂരുകാരനായ K. സുധാകരൻ്റെ അഭിപ്രായപ്രകാരം ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛനെ ഇതുപോലെ ലഭിക്കണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST, ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല, രേഖപ്രകാരമുള്ളതല്ലേ. ഞാനാണ് പിണറായി വിജയനെ കുറിച്ച് നേരം സംസാരിക്കല്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ്. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങനിലാവല്ലേ. നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ നെഞ്ചം വിങ്ങില്ലേ. മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിൽ നിന്നും അവളൊരു താമരത്തുമ്പിയല്ലേ. ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു, നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. എക്സലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ആമുഖത്തിൽ തന്നെ കൃത്യമാകുന്നത് ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് CPIMൻ്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മകൾ വീണ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം.
അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. മടിയിൽ കനമില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? കോടിയേരിയുടെ മകനെതിരെ കേസ് വന്നപ്പോൾ അത് പാർട്ടി കാര്യമല്ല എന്ന് നിലപാടെടുത്തിരുന്നു പാർട്ടി. ഇതിൽ വ്യത്യസ്ത നിലപാടെന്തേ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയുണ്ട് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും. കോടിയേരിയുടെ മകൻ്റെയും ഈ കേസിൻ്റെയും കാര്യം താരതമ്യം ചെയ്തുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ രംഗത്ത് വരികയുണ്ട്. ഇതിന് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. കോടിയേരിയെ പരാമർശിക്കാൻ വേണ്ടി കോടിയേരിയുടെ മകനെ ചിത്രീകരിച്ചതല്ല. കോടിയേരിയുടെ മകൻ്റെ പ്രശ്നത്തിൽ പാർട്ടി നിലപാടുണ്ട്, അതുപോലെ തന്നെ കോടിയേരിയുടെ നിലപാടുണ്ട്. അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇത് നേരെ മറിച്ചാണ്. പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ CPIM നേതാവിൻ്റെ മകൾ എന്ന പ്രയോഗത്തിലൂടെയാണ് ഈ കേസ് രൂപപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോ കാണിച്ചത് മുദ്ര. അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്ലിയറായി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങിപ്പോയനെ. മധുരയിൽ തമിഴക മണ്ണിൽ CPMൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട തോഴർ MA ബേബി മലയാളവും തമിഴും കൂട്ടിക്കുഴച്ചാണ് സമാപന പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചത്. തോഴർ സ്റ്റാലിൻ കേൾക്കാൻ വേണ്ടിയാകണം തമിഴ് പ്രയോഗം. ഒരു കട്ടിംഗ് സൗത്ത് പ്രസംഗം. MA ബേബി CPM ജനറൽ സെക്രട്ടറി. പാർട്ടി പരിഗണിച്ചത് ഒറ്റ പേര് മാത്രം. அன்பான தோழர்களே, சகோதர சகோதரிகளே, அனைவருக்கும் வணக்கம். അണ്ണൻ, അക്ക, ചക്ക. ഇന്ന് വൈഗൈ നദി செங்கடலாயிருக்கிறது. ഈ നേരത്തിൽ ഒരു വലിയ പ്രസംഗം ചെയ്യ ആവശ്യമില്ലേ. ഇതും തമിഴ് தான். எனக்கு ஒண்ணுமே புரியலையே, உங்களுக்குள்ள என்ன தகராறு? കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ വന്നിരിക്കുന്നതിനാലേ മലയാളവും തമിഴും സഹോദരരായിരിക്കുന്നതിനാലേ കുറച്ച് തമിഴും കുറച്ച് മലയാളവും കുറച്ച് ഇംഗ്ലീഷിലും താൻ പേശാൻ പോകരുത്. ഉങ്ങളെ സ്വന്തക്കാരനാ? സ്വന്തക്കാരനൊന്നുമല്ല. പിന്നെ യാർ ഉങ്ങളെ നൻപനാ? നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. അന്തർദേശീയ ദേശീയ രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിലെത്തി തോഴർ ബേബി. ട്രംപ് വിമർശനമില്ലാതെ എന്ത് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം. ട്രംപിൻ്റെ നൻപൻ പ്രധാനമന്ത്രി മോദിയെയും തോഴർ വിട്ടില്ല. In America, Trump has come. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം അടുത്തു. കുഞ്ഞിരാമ സാർ ചായ. ഓ ദേ പിന്നെയും ചായ ഉണ്ടെന്ന്. ചായക്കല്ലടാ, പുറത്തൊരു CID വന്നിപ്പുണ്ട്. ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. കൊണ്ടുപോ. In India we have a nephew of Donald Trump, Mr. Narendra Modi. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. In India, in Kerala, we already know we have the leftist government, Left and Democratic Front government making history by ensuring continuous rule in the state of Kerala, and its chief minister has already spoken to you. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആ ചെങ്കൊടി ഇന്ത്യയിലാകെ ഉയർത്തണം, പടർത്തണം എന്ന തീരുമാനമാണ് 24-ാം പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും പ്രായപരിധി ഇളവ് കിട്ടിയ സ്ഥിതിക്ക് ആശങ്കയൊഴിഞ്ഞു.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി പിണറായി നയിക്കും എന്നതിൽ ആർക്കുമില്ല സംശയം. സഖാവ് പിണറായി വിജയൻ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായ പ്രചരണത്തിലും സംഘടനാ കാര്യത്തിലും എല്ലാം നയിക്കും. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പാപ്പിച്ചായനല്ലാതെ കർഷക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനും ഇപ്പോ ഈ ഇത്തിരിക്കണ്ടം പഞ്ചായത്തിൽ ഇല്ല. ഒരു തുടർഭരണം കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു ഉദ്യോഗത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്? ആ വിഷയം വരുമ്പം ഞങ്ങൾ തീരുമാനമെടുക്കും, നല്ല തീരുമാനമെടുക്കും. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഇതുവരെ ക്യാപ്റ്റൻ സ്ഥാനത്തിരുന്ന പിണറായിയെ കാരണവരാക്കി മാറ്റുന്നു ബേബി. ക്യാപ്റ്റൻ സ്ഥാനത്ത് തോടർക്ക് കണ്ണില്ല എന്നുകൂടി പറയട്ടെ. ജനങ്ങൾ ആളുകളെ പരാമർശിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിയെന്ന് വരും. കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആണ് സഖാവ് പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു, പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിന് തോന്നിയ പറ്റിയ സമയമാണ് കാച്ചാൻ. എന്ത് ചെയ്തു? എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു. മുതലാളി, ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. PB-യിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക, അതുപോലെ കേരളീയ സമൂഹത്തിന്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ടും മലപ്പുറം ജില്ലയിലെ സമുദായ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന് സാമുദായികരെ ഇളക്കാൻ വെള്ളാപ്പള്ളി പതിവ് പോലെ തട്ടിവിട്ടു. ഓർക്കണം, നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയാണ് വെള്ളാപ്പള്ളി. SNDP യോഗത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയാകട്ടെ വെള്ളാപ്പള്ളി കുമാരനാശനെ പോലുള്ള ഒരു മഹാൻ എന്നുവരെ പ്രകീർത്തിച്ചു കളഞ്ഞു. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? തൊഴിലുറപ്പുണ്ടായിരിക്കും, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം? എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ചേട്ടനിപ്പം എന്താ വേണ്ടേ? ന്യായം. മലപ്പുറത്ത് കോളേജ് അനുവദിച്ചില്ല ലീഗ്, മുസ്ലിങ്ങള്. എന്റെ വെള്ളാപ്പള്ളി, ഒരു സ്ഥാപനത്തിന്, ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വെള്ള പേപ്പറിൽ ഒരു പരാതി, ഒരു അപേക്ഷ കൊടുക്കണം. ഇത് വെള്ളാപ്പള്ളിക്ക് അറിയോ? ഞങ്ങൾ അപേക്ഷ കൊടുക്കാനായിട്ടായിരുന്നു എത്രയോ പ്രാവശ്യം അപേക്ഷ കൊടുത്തു. ഇങ്ങനെ കള്ളപ്രകടനം, കള്ളത്തരം ഇങ്ങനെ നാവിന് നാഴേക്ക് 4 വട്ടം പറഞ്ഞുകൊണ്ട് നേരാക്കുക. ഞങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ 4-5 ലക്ഷം രൂപ വേണം. എത്രയോ പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്നതൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഈ പള്ളിക്കാരൻ തന്നെ വന്ന് കിടക്കുന്നത്. ഞാനൊരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്തി കൂട്ടിക്കൊണ്ട് എന്നെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം ലീഗിൻ്റെ സമ്പന്ന നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത്. തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ പറിക്കാൻ നോക്കിയിട്ട് ആള് കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടിയുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു കഥയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. വെള്ളാപ്പള്ളിയെ പിണക്കാനൊന്നും മുഖ്യൻ നിന്നില്ല. 3-ാം വട്ടവും അധികാരത്തിലെത്തട്ടെ എന്ന് മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളിയുടെ ആശംസയും. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ ബാബു ബാബു ബാബേട്ടാ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ. ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം, അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം,
ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. അത് മതി. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു, അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. SNDP യോഗത്തോടും പിന്നോക്ക സമുദായത്തോടും എപ്പോഴും കരുണാപൂർവമായ സമീപനം സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരിയുമാണ് ശ്രീ പിണറായി വിജയൻ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ, നന്ദി പ്രിൻസി, 1000 നന്ദി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 3ാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നിന്റെ നാക്ക് നല്ലതാണോ? നോക്കിയേ, ശരിയാ, ശരി. ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം. അതിലൊരു പ്രത്യേകമായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. അത് പിന്നെ എന്റെ മനസ്സിൽ കളത്തിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെട്ടി തുറന്ന് പറയും.